വിമാനയാത്രയിൽ 65% ഒരു സ്വകാര്യ കമ്പനിയുടെ കയ്യിലാണെന്ന് പറഞ്ഞാൽ അത് അപകടകരമാണ്. വീതി കുറഞ്ഞ വിമാനങ്ങൾ, പ്രത്യേകിച്ചും എയർബസിൻ്റെ വിമാനങ്ങളാണ് ഇന്ത്യ കൂടുതൽ ഉപയോഗിക്കുന്നത്. അവർ ബോയിങ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല, അത് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നു. അപ്പോൾ അവരാദ്യം ഒഴിവാക്കുന്നത് എന്താണ്? ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിലെ ഭക്ഷണം, പാനി, അങ്ങനെയുള്ള അനാവശ്യമായ ചിലവുകൾ അങ്ങ് ഒഴിവാക്കി അതിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കുക. ഒന്ന് യാത്രക്കാരുടെ ടിക്കറ്റിലല്ല ഇളവ് അവർക്ക് വരുന്നത്, അവരുടെ ചിലവ് കുറയ്ക്കുകയാണ് അവർ ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന്, ഈ പറയുന്ന ക്രൂവിനെ പരമാവധി ഉപയോഗിക്കുക. അതാണ് അവരുടെ വളർച്ചയുടെ പ്രധാന കാരണമായിട്ട് ഏവിയേഷൻ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. പരമാവധി ഉപയോഗിക്കുക, കൂടുതൽ സർവീസുകൾ നടത്തുക, നിലത്തിറങ്ങാതെ ഓടുക. അപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് അവർക്ക് വളർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ മുന്നേറ്റം ഉണ്ടായത്. ഇപ്പോൾ നിഷാദ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിൻ്റെ 60% ഇപ്പോൾ അവരുടെ കയ്യിലാണ്. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏവിയേഷൻ എന്ന് പറയുന്നത് രാജ്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഏരിയയാണ്. ഇപ്പോൾ റെയിൽവേ, റോഡ് ഗതാഗതം എന്ന് പറഞ്ഞാൽ വിമാനയാത്ര. ഇപ്പോൾ വിമാനയാത്രയിൽ 65% ഒരു സ്വകാര്യ കമ്പനിയുടെ കയ്യിലാണെന്ന് പറഞ്ഞാൽ അത് അപകടകരമാണ്. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. കാരണം ഇത്രയും വിമാന കമ്പനികളുണ്ടായിട്ട്, ഇപ്പോൾ സ്പൈസ് ജെറ്റ് ഉണ്ടായിരുന്നു, എയർ ഇന്ത്യ ഉണ്ട്, ഒരുപാട് ഡെക്കാൻ എയർവേസ്, അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള കുറേ അധികം വിമാന കമ്പനികളുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇൻഡിഗോ മാത്രം ഈ 65% അവർ കയ്യിലിറക്കുന്നത്? എങ്ങനെയാണ്? അവിടെയാണ് നമ്മൾ ഈ ഇന്ത്യയിലെ ബിസിനസ് കോമ്പറ്റീഷൻ റെഗുലേഷൻ്റെ പ്രശ്നം കിടക്കുന്നത്. ഇപ്പോൾ ബിസിനസ് കോമ്പറ്റീഷൻ, നമുക്കൊരു റെഗുലേഷൻ അതോറിറ്റിയൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും ഒരു പൊളിറ്റിക്കൽ നിയമനമാണ്. പിന്നെ നമുക്കറിയാം ഇന്ത്യയിലെ വ്യവസായം, ബിസിനസ് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ റെഗുലേഷൻ, കോമ്പറ്റീഷൻ റെഗുലേഷൻ എത്രമാത്രം ഫലപ്രദമാണെന്ന് നമുക്ക് ജിയുടെ അടുത്തേക്ക് നോക്കിയാൽ മതി. അദാനി മാത്രമേ ഉള്ളൂ, പല സെക്ടറിലുള്ള അദാനി മാത്രമേ ഉള്ളൂ. അപ്പോൾ അദാനി വരാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇൻഡിഗോ മികച്ച ഒന്നാമതായിട്ട് നിൽക്കുന്നത്. അദാനി അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും തീരും. അപ്പോൾ എയർപോർട്ടിൽ അത് എടുത്തു തുടങ്ങി, എയർലൈൻ എപ്പോഴും നമുക്കറിയില്ല. മീഡിയയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്, മീഡിയ സ്ഥാപനങ്ങൾ വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ റെഗുലേഷൻ വളരെ ഫോൾട്ടിയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു 65%ൻ്റെ മോണോപോളി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മോണോപോളിക്ക് തുല്യമായ ഒരു നിലയിലേക്ക് ഒരു കമ്പനിയെ വളരാൻ വിടാൻ പാടില്ല. അതായത് ഈ എന്താണ് പറയുക, തുല്യമായ അവസരങ്ങൾ ലഭ്യമാക്കുന്ന, നീതിപൂർവകമായ ബിസിനസ് നടത്താൻ കഴിയുന്ന അവസരം ഒരുക്കാൻ ഇന്ത്യൻ ഭരണകൂടം പരാജയപ്പെട്ടതിൻ്റെ ഒരു തിരിച്ചടിയായിട്ട് വേണം നമ്മൾ ഈ ക്രൈസിസിനെ കാണാൻ. ഒന്നാമത്തെ കാര്യം. കാരണം ഒരു കമ്പനിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഏവിയേഷൻ സെക്ടർ മുഴുവൻ നിശ്ചലമാവുകയാണ്. അത് ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെമോക്രസിയിൽ പറ്റുന്നൊരു കാര്യമേ അല്ല. എന്നത് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്ന ആ കാര്യമാണ്.